നിലൂഫർ ഫാത്തിമ വ്ളോഗ്. ഹലോ മക്കളെ, അപ്പം ഞാനൊരു പരിപ്പ് കറി ഉണ്ടാക്കുകയാണ്. അപ്പം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചത്. എല്ലാവരും ഉണ്ടാക്കണ മാതിരി തന്നെയാണ് ഞാനും ഉണ്ടാക്കണത്. ഞാൻ പരിപ്പും മുരിങ്ങയും വെക്കാമെന്ന് വിചാരിക്കണേ. അപ്പം ഞാനത് വെള്ളം പറന്ന് 2 വിസിലടിച്ചണം. ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാട് ഉണ്ടാക്കുന്നവർക്ക് അതിനനുസരിച്ച് സാധനം ഇടാം. സബോളയും തക്കാളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്ര ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് വിസിലടിച്ചാൽ. മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണൊക്കെ മതി. അതേപോലെ ഉപ്പ് ഇട്ടാൽ പിന്നെ 2 വിസിലടിച്ചാൽ മതി. അധികം വിസിലടിച്ചാണ്ട് വേവ് ഏറിക്കരുത്. വേവ് ഏറിയാൽ വലിയ രുചി ഉണ്ടാവില്ലല്ലോ. ചില ആൾക്കാർ നല്ലോണം വിസിലടിച്ച് നല്ലോണം വേവിക്കും. എനിക്ക് അധികം വേഗണ ഇഷ്ടമല്ല. ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടു. ഇനി 2 വിസിലടിച്ചാൽ മതി. 2 വിസിലടിച്ചാൽ കറക്റ്റായിരിക്കും. ഞാൻ 2 വിസിലടിക്കുക. അപ്പോൾ ഇത് 2 വിസിൽ പെട്ടെന്ന് 2 വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തുറക്കണം. കാരണം ഒരുപാട് വേഗം കയറിക്കഴിഞ്ഞാൽ പരിപ്പ് കറിയാണെങ്കിലും അത് അതിൻ്റെ പാകത്തിനുള്ള വേഗമാണ്. പിന്നെ അളവുകൾ സാധാരണ ഇപ്പോഴത്തെ കുട്ടികളെങ്ങനെ അളവ് നോക്കിയാണ്ടൊക്കെ എന്താ പറയുക, കണക്ക് ചോദിച്ചു എത്ര സ്പൂണാണ്. ഞങ്ങൾക്ക് അങ്ങനെ കമ്പട്ട് അറിയും ഇത്രയൊക്കെ മതി എന്നുള്ളത്. ഏകദേശം ഇടുന്ന കണക്കേ കാരണം. ഇപ്പോഴത്തെ കുട്ടികളെ നല്ല അളവ് ചോദിച്ചു. പിന്നെ എന്താ പറയുക, നമുക്ക് 1/2 സ്പൂൺ 1 സ്പൂൺ അങ്ങനെ പറയാമെന്ന് പറയില്ല. നമ്മൾക്ക് അറിയാം അതിൻ്റെ ഒരു ഏകദേശം. നമ്മളമ്മമാരൊക്കെ അങ്ങനെയാണല്ലോ, ഒരു ഏകദേശമാണല്ലോ ഇടുക. അതേപോലെ കുറേ കഴിയുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവും, എക്സ്പീരിയൻസ് ആവും എത്രയൊക്കെ മതി എന്നുള്ള കാര്യം. അതേപോലെ അപ്പോൾ പരിപ്പ് വെന്തു കേട്ടോ. ഇനി അത് തുറന്നിട്ട് നമുക്ക് ഈ കുക്കറിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. കുക്കറിൻ്റെ ആവി പോകണം, എന്നാലേ നമുക്ക് തുറക്കാൻ പറ്റുള്ളല്ലോ. അപ്പോൾ പരിപ്പ് വെന്ത് കഴിഞ്ഞ് നല്ല ചൂടിൽ ആവി വരുന്നുണ്ട്. അപ്പോൾ പരിപ്പ് വെന്തു കേട്ടോ. പരിപ്പും തക്കാളി സബോളയും പച്ചമുളകും ഇട്ട് അതെല്ലാം കംപ്ലീറ്റ് നല്ല ഉഷാറായി വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഉടച്ച് കൊടുക്കണം. കുറച്ച് നല്ലോണം ഒന്നുമില്ല, ഒരിത്തിരി കുറച്ച് സമയം ഒന്ന് ഉടച്ച് കൊടുക്കണം. അതിന് ശേഷം നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഈ പാത്രത്തിൽ തന്നെ ചെയ്താൽ മതിയാവും. ഞാൻ ഇതിൽ മുരിങ്ങയും കൂടി ഇടണുണ്ട് കേട്ടോ. പരിപ്പ് മുരിങ്ങയാണ്. നമുക്കൊക്കെ ഈ നാടൻ കറികളാണല്ലോ ഇഷ്ടമുണ്ടാകുക. അധികം ആൾക്കാർക്ക് ഇഷ്ടമാകാരെന്ന് വിചാരിക്കണം. ഞങ്ങൾക്കൊക്കെ നാടൻ കറി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീണ്ടും ആ കുക്കർ തന്നെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഞങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ ഒരിത്തിരി കടുകിടും. എനിക്കിതിലേക്ക് കുറച്ച് കടുകിടുന്ന ഇഷ്ടമാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കടുകിടലുണ്ടോ എന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ പറയുണ്ടേ, കമൻറ്റ് ചെയ്യുണ്ടേ. കടുകിട്ടാൽ കടുകിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ. പിന്നെ സബോളയാണ് ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞാലും ഞാൻ സബോള മാത്രമാണ് അരിഞ്ഞ് ഉപയോഗിക്കൽ. എനിക്ക് സബോള കുഴപ്പം തോന്നിയിട്ടില്ല. കുറച്ച് കൂടുതൽ രുചി ചെറിയ ഉള്ളിക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ സബോള ചെറുതാക്കിയിട്ടാണ് ഇടൽ. അപ്പം കടുകൊക്കെ പൊട്ടി ഇനി സബോള ഇടാം. ചെറുതാക്കി അരിഞ്ഞിട്ട് സബോള, വലിയ ഉള്ളി, അത് നല്ല ചുമന്ന് വരണം അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. ചെറുതായിട്ട് മൂത്ത് വന്നാൽ
നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളക് ഇട്ടാലാണ് അതിൻ്റെ ഒരു രുചി. വറ്റൽമുളക് ഇട്ടിട്ട് പിന്നെ ഒരിത്തിരി മുളകും പൊടി ഇട്ടാലാണ് നമുക്ക് അതിൻ്റെ ആ ഒരു മൂത്ത് വരുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക രുചിയാണ്. വറ്റൽമുളക് ഇട്ടു, അതേപോലെ ഇത്തിരി മുളകും പൊടി ഇടണം. വറ്റൽമുളക് ആക്കിയിട്ട് ഇത്തിരി മുളകും പൊടി ഇട്ടാൽ സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് കറി ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കറിയാണ്. തേങ്ങയൊന്നും ഇല്ലാത്തവർക്കും ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു കറിയാണ്. മുരിങ്ങ ഇട്ടൊന്ന് വഴറ്റുക. പിന്നെ മുരിങ്ങ അതിൽ കിടന്ന് വഴറ്റിയതിന് അത് പിന്നെ വേഗമായല്ലോ. അപ്പോൾ മുരിങ്ങ ഇതായി. ഇനി നമുക്ക് ഈ കറി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ കറി അതോടുകൂടി റെഡിയായി. ചെറുതായിട്ട് ഒന്ന് തിളച്ചാൽ നമ്മളെ കറി റെഡിയായി. മുരിങ്ങ അതിലേറെ വേണമെങ്കിൽ ഇടാം കേട്ടോ, കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഇടാം. അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ അനുസരിച്ച് ഇടാം. ഇതേപോലെ ചീരയൊക്കെ വെക്കാം, നമുക്ക് ചീര ഇതേപോലെ ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഒരു ചക്ക സുമി വരുമ്പോൾ അതിന് മുറിച്ചിടന്ന് വിചാരിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അത് മുറിച്ചാണ്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാലേ പിന്നെ അത് പണിയില്ല. ചക്ക കിട്ടി നമുക്കത് ഇങ്ങനെ പറിച്ച് ഒരു പാത്രത്തിലാക്കി വെച്ചാൽ പിന്നെ നമുക്ക് പണി കുറയല്ലോ, എടുത്ത് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ കറീൻ്റെ പരിപാടി ഏകദേശം തീർന്നു കേട്ടോ. കറി ഉണ്ടാക്കാനൊക്കെ എന്താ പണി, തേങ്ങ ഇല്ല എങ്കിലൊക്കെ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. തേങ്ങ ഇല്ലാത്തവർക്കൊക്കെ കറി വെക്കണേ തേങ്ങ തന്നെ വേണം, അങ്ങനെയൊന്നുമില്ലല്ലോ. അടിപൊളിയല്ലേ. എന്നും ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനെ കഴിക്കണമ്പോൾ നമുക്കൊരു മാറ്റം ഉണ്ടാകും. നമുക്ക് ഇഷ്ടപ്പെടുന്ന കറികളാണ് ഇതൊക്കെ. അപ്പോൾ കറി റെഡിയായി. അപ്പം ഇനി നമുക്കൊരു പാത്രത്തേക്ക് അത് മാറ്റാം. എന്നാൽ പിന്നെ കഴിച്ചാൽ പോരെ. ഉച്ചക്കൊക്കില്ല കറിയായിട്ടോ. ഇനി എന്താ പറയുക, ചക്ക മുറിക്കട്ടെ. ഞാൻ ചക്ക മുറിച്ചിട്ട് കാണിച്ചു തരാം. ചെറിയൊരു ചക്കയാണിത്. ഇത് മുറിച്ചാണ്ട് ഇത് കണ്ടാൽ ചെറുത്, അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. മുറിച്ച് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. എന്താണിത് അടിപൊളിയാണല്ലോ, മാഷാ അല്ലാ. കണ്ടില്ലേ, അടിപൊളിയാണ്. ഇത് നമ്മളാ ചെറിയ പ്ലാവിലെ കുഞ്ഞു ചക്കാനൊരു വീഡിയോ ഇട്ടിന് ഞാൻ. അതിന്മേലുള്ള ചക്ക കേട്ടോ അത്. ഇതിങ്ങനെ നല്ല വൃത്തിയുള്ളൊരു ചക്കയാണ്. ഈ വളഞ്ഞി പറയില്ല, എന്തെങ്കിലുമൊക്കെ പറയില്ല, ഞങ്ങളൊക്കെ അതാ പറയൽ. അതൊന്നും ഇതിനില്ല. ഇത് നല്ല വൃത്തിയുള്ളൊരു ചക്കയാണ്. നമ്മൾ കയ്യുമ്മേന്നൊന്നും ആകൂല. അടിപൊളിയാണ്. ഇത് പറിച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ കഴിക്കാമല്ലോ. അത് വൃത്തിയുള്ള ഒരു ചക്കയാണ്, നല്ല മധുരമുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ സംഭവമൊക്കെ ഒന്ന് കളഞ്ഞാണ്ട് റെഡിയാക്കി വെക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ ഞാൻ ഇനിയും വരാം. ചക്ക ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. അതേപോലെ നമ്മൾ വെച്ച പരിപ്പ് കറി കുറിച്ച് അഭിപ്രായം പറയണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ.